വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് KCS റൂൾസുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സാണ്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾസ് ആൻഡ് ഇറ്റ്സ് അമെൻമെൻറ്റ്സ് എന്ന ഭാഗത്ത് നമ്മൾ കുറച്ച് ക്ലാസ്സൊക്കെ ചെയ്തിട്ടുണ്ട്, അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ട ക്ലാസ്. അപ്പോൾ ചാപ്റ്റർ 3 ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ക്ലാസ്സസ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മുടെ ക്ലാസ് കാണാത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ പ്ലേലിസ്റ്റ് പോയി ചെക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ റൂൾ 25 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റൂൾ 23 വരെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. നോമിനേഷൻ ഓഫ് എ ഹയർ പറഞ്ഞായിരുന്നു, റൂൾ 23 പറഞ്ഞായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് റൂൾ 24 തൊട്ട് തുടങ്ങാം കേട്ടോ. റൂൾ 24 തുടങ്ങാം. റൂൾ 24 എന്നതിനെ കുറിച്ചിട്ടാണ് പറയണത്. റൈറ്റ് ടു ഒബ്റ്റെയിൻ ഡോക്യുമെൻറ്റ്സ് ഫ്രം രജിസ്ട്രാർസ് ഓഫീസ്. രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് ഡോക്യുമെൻറ്റ്സ് ലഭിക്കാനുള്ള അവകാശം ഒരു മെമ്പർക്കുണ്ട്, അല്ലെങ്കിൽ ഒരു പേഴ്സണിന് അവിടുത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ വിവരാവകാശമൊക്കെ കൊടുക്കില്ലേ, അതേപോലെ തന്നെ റൈറ്റ് ടു ഒബ്റ്റെയിൻ ഡോക്യുമെൻറ്റ്സ് ഫ്രം രജിസ്ട്രാർസ് ഓഫീസ്, അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. റൂൾ 24 ആണ് കേട്ടോ. ആ സബ്സെക്ഷൻ 1 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനി പേഴ്സൺ സബ് റൂളാണ്. സബ് റൂൾ പറയണത് എനി പേഴ്സൺ മേ ഓൺ പേയ്മെൻറ്റ് ഓഫ് ഫീസ് അടച്ചു കഴിഞ്ഞാൽ ഏത് പേഴ്സൺ, എനി പേഴ്സൺ മേ ഓൺ അറ്റ് ദ റേറ്റ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ബൈ ദ രജിസ്ട്രാർ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഇൻസ്പെക്ഷൻ്റെ ഫീസ് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡോക്യുമെൻറ്റ്സ് ഇൻസ്പെക്റ്റ് ചെയ്യാനുള്ള ചാർജസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് രജിസ്ട്രാർ ആണ് എന്ന് നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ അതൊരു നല്ല പോയിൻ്റാണ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. എനി പേഴ്സൺ മേ ഓൺ പേയ്മെൻറ്റ് ഓഫ് ഫീസ് അറ്റ് ദ റേറ്റ്സ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ബൈ ദ രജിസ്ട്രാർ ഒബ്റ്റെയിൻ എ സർട്ടിഫൈഡ് കോപ്പി ഓഫ് എനി പബ്ലിക് ഡോക്യുമെൻറ്റ്, അല്ലേ, നോട്ട് ബീയിങ് എ ഡോക്യുമെൻറ്റ് പ്രിവിലേജ്ഡ് അണ്ടർ ദ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഫയൽഡ് ഇൻ ദ ഓഫീസ് ഓഫ് ദ രജിസ്ട്രാർ. അതായത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ പറഞ്ഞിട്ടുള്ള പബ്ലിക് ഡോക്യുമെൻസുകളല്ല. പബ്ലിക് ഡോക്യുമെൻറ്റ്സ് ആണ് സർട്ടിഫൈഡ് കോപ്പി നമുക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിശ്ചിത ശതമാനമുള്ള അല്ലെങ്കിൽ നിശ്ചിത എമൗണ്ട് ഫീസ് അടച്ചു കഴിഞ്ഞാൽ, ആരാണ് ഈ ഫീസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് പറയുന്നത് രജിസ്ട്രാർ തീരുമാനിക്കുന്ന രീതിയിലുള്ള റേറ്റ്സ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കോപ്പി ലഭിക്കും എന്നാണ് പറയണത്. പ്രൊവൈഡഡ് ദാറ്റ് നോ സച്ച് പേഴ്സൺ ഷോൾ ബി എൻറ്റൈറ്റിൽഡ് to the supply of such a copy unless he satisfies the registrar that he requires it to seek redress in any matter in which he is aggrieved or for any other lawful purpose. അതായത് ഏതൊരു വ്യക്തി അല്ലെങ്കിൽ നോ സച്ച് പേഴ്സൺ ഷാൾ ബി എൻറ്റൈറ്റിൽഡ് ടു സപ്ലൈ, അങ്ങനെ ഒരു കോപ്പി വേണമെന്ന് പറയുമ്പം അതിൻ്റെ പിന്നിൽ വ്യക്തമായൊരു കാരണം ഉണ്ടായിരിക്കണം, അല്ലേ. അൺലെസ് ഹി സാറ്റിസ്ഫൈ ദ രജിസ്ട്രാറിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന് ആ കോപ്പി ലഭിക്കുമോ? ഇല്ല. എന്ത് കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത് രജിസ്ട്രാർ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇറ്റ് സീക്ക് ടു റിഡ്രസ് ഇൻ എൻ മാറ്റർ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമായെന്നോണമായിരിക്കണം ഈ ഡോക്യുമെൻറ്റിന് വേണ്ടി ഇവിടെ വന്നിട്ടുണ്ടാവുക, അല്ലേ. അത് ആരെ ബോധിപ്പിക്കാൻ കഴിയണം, ആരെ ബോധ്യപ്പെടുത്താൻ കഴിയണം, രജിസ്ട്രാറെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിന് ഈ ഒരു കോപ്പി സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, കൊടുക്കുകയുള്ളൂ. ഒന്നുകിൽ അദ്ദേഹം അനുഭവിക്കുന്ന ഒരു ഇതിൻ്റെ റിഡ്രസലിന് വേണ്ടിയിട്ടായിരിക്കണം, അല്ലെങ്കിൽ ഓർ ഫോർ എനി അതർ ലോഫുൾ പർപ്പസ്, അദ്ദേഹം പരാതി കൊടുത്ത അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമുള്ള ഒരു ലോഫുൾ പർപ്പസിൻ്റെ ഭാഗമായിട്ടുള്ള രേഖകൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് പറയണത്. അപ്പോൾ ഇത് ഒബ്റ്റെയിൻ ചെയ്യുന്ന കാര്യം ആപ്ലിക്കേഷൻ ഫീ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? കോർട്ട് ഫീ സ്റ്റാമ്പിൻ്റെ രൂപത്തിലാണ് കൊടുക്കുക കേട്ടോ. ദ ആപ്ലിക്കേഷൻ ഫീ ഷാൾ ബി പെയ്ഡ് ഇൻ ദ ഷേപ്പ് ഓഫ് കോർട്ട് ഫീ സ്റ്റാമ്പിൻ്റെ രൂപത്തിലാണ് കൊടുക്കുക. അലോങ് വിത്ത് എവറി ആപ്ലിക്കേഷൻ ഫോർ കോപ്പീസിൻ്റെ കൂടിയും കോപ്പിയിങ് ഷീറ്റും കൂടി വെക്കണം. പ്രിസ്ക്രൈബ്ഡ് വാല്യൂ ഫോർ പ്രിപ്പയറിംഗ് ദ കോപ്പി ഷാൾ ബി സപ്ലൈഡ്. അതായത് നമുക്ക് നമ്മളൊരു കോപ്പി ചോദിച്ചിട്ടാണല്ലോ പോണത്, ഒരു സർട്ടിഫൈഡ് കോപ്പി ചോദിച്ചിട്ടാണ് പോണത്, അല്ലേ. അപ്പോൾ ഈ സർട്ടിഫൈഡ് കോപ്പി ചോദിക്കുമ്പം നമ്മൾ അതിനുള്ള കോപ്പി ചെയ്യാനുള്ള ഷീറ്റ് കൂടി അതിൻ്റെ കൂടെ വെച്ചിരിക്കണം. എന്തിൻ്റെ കൂടെ? എവറി ആപ്ലിക്കേഷൻ, എല്ലാ ആപ്ലിക്കേഷൻ്റെയും കൂടെ ഈ കോപ്പിയിങ് ഷീറ്റ്സ്, നമുക്ക് നൽകുന്ന കോപ്പിയിങ് ഷീറ്റ്സും കൂടി പ്രിസ്ക്രൈബ്ഡ് വാല്യൂ അവർ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ 50 രൂപയുടെയാണെങ്കിൽ 50 രൂപയുടെ, അല്ലെങ്കിൽ എന്താണോ പ്രിസ്ക്രൈബ്ഡ്. ഇപ്പോൾ നമ്മൾ ആധാരമൊക്കെ അങ്ങനെ ചെയ്യാറില്ലേ, 100 രൂപയുടെ ആധാരം, 200 രൂപയുടെ, അല്ലെങ്കിൽ 50 രൂപയുടെ, അല്ലെങ്കിൽ 10 രൂപയുടെ, അങ്ങനെ വാങ്ങിച്ചു വെക്കും അവരുടെ പർപ്പസിന് വേണ്ടി. അവരതിലാണ് നമുക്ക് പ്രിൻ്റ് ചെയ്ത് തരിക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് നമ്മൾ കോപ്പീസ് കൊടുക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് അതിൽ പ്രിൻ്റ് ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് അതിൽ എനേബിൾ ആക്കിയിട്ട് നമുക്ക് തരുള്ളൂ. ഓക്കെ, ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ സർട്ടിഫിക്കറ്റിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ടോ? ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയുണ്ടാവില്ല, പഴയ കുട്ടികളാണെങ്കിൽ അറിയുണ്ടാവും.
നമ്മൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ റെഡിയാക്കുമ്പോൾ നമുക്ക് പോസ്റ്റലായിട്ട് അയക്കാനുള്ള കവറും കൂടി നമ്മുടെ അഡ്രസ്സ് സഹിതം എഴുതിയിട്ട് അതിൽ വെക്കും, അതിൽ പിൻ ചെയ്ത് വെക്കുക ചെയ്യുക. അപ്പോൾ നമ്മൾ സ്റ്റാമ്പൊക്കെ ഒട്ടിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരാൻ പാകത്തിനുള്ള ചിലവിൽ, അല്ലെങ്കിൽ ഇത്ര രൂപയാണോ ഒട്ടിക്കേണ്ടത് അതൊക്കെ നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്കറിയാൻ, പുതിയ കുട്ടികൾക്കും അറിയാൻ വഴിയില്ല, ഇപ്പോൾ ഒക്കെ ഓൺലൈൻ സമ്പ്രദായമായില്ലോ. അന്ന് കുറച്ച് പഴയ കാലമാണ് പറയണത്. അപ്പോൾ കുറച്ച് പഴയ കാലമാകുമ്പോൾ എല്ലാ എഴുത്തുകുത്തുകളും പോസ്റ്റിലൂടെ വന്നിരുന്ന കാലമാണ്. സർട്ടിഫിക്കറ്റൊക്കെ PGയുടെ ഒക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമുക്ക് രജിസ്റ്റേർഡ് ആയിട്ട് യൂണിവേഴ്സിറ്റി സെൻഡ് ചെയ്ത് തരികയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലത്ത് നമ്മൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് വരാനുള്ള ഇതും കൂടി, പോസ്റ്റൽ കാർഡിന് വരാനുള്ള സംഭവം കൂടി, നമ്മുടെ സർട്ടിഫിക്കറ്റ് വരാനുള്ള കവറടക്കം വാങ്ങി അതിൽ നമ്മൾ അഡ്രസ്സ് എല്ലാം എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, യൂണിവേഴ്സിറ്റിക്ക് സമർപ്പിക്കുമ്പോൾ ആപ്ലിക്കേഷനിൽ പിൻ ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒക്കെ പ്രിൻ്റബിൾ ഒക്കെ ഓൺലൈൻ സിസ്റ്റംസ് ആയി. അപ്പോൾ അതുപോലെ തന്നെയാണ് അവർക്ക് നമ്മൾ കോപ്പി ചെയ്യാനുള്ള ഷീറ്റും നമ്മൾ തന്നെ വാങ്ങിയിട്ട് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള എത്ര രൂപയുടെയാണോ ഷീറ്റ് വാങ്ങേണ്ടത് അത് വാങ്ങിയിട്ട് നമ്മൾ തത്തുല്യമായിട്ട് അവർക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് വെക്കണം. എന്നാൽ മാത്രമേ അതിൽ തരുള്ളൂ, കോപ്പി ചെയ്യുള്ളൂ കേട്ടോ. അതാണ് ഇവിടെ പറയണത്. പിന്നെ അത് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും, ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ്, അക്കൗണ്ട്, റിപ്പോർട്ട്, പെറ്റീഷൻ, ഓർഡർ ഓർ ദ ലൈക്ക് ഷാൾ ബി ട്രീറ്റഡ് ആ സെപ്പറേറ്റ് ഡോക്യുമെൻ്റ് ആയിട്ടാണ് കാണിക്കുക എന്നാണ് പറയണത്. ഓരോന്നും റിട്ടേൺ ഓൺ സെപ്പറേറ്റ് കോപ്പിങ് സ്റ്റാമ്പ് പേപ്പറിലാണ്. സ്റ്റാമ്പ് പേപ്പറാണല്ലോ ഇതിനൊക്കെ യൂസ് ചെയ്യുക ഔദ്യോഗിക ആവശ്യങ്ങൾക്കൊക്കെ. അപ്പോൾ അതിലാണ് കോപ്പി ചെയ്ത് തരിക. ഈ കോപ്പീസ് ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പം, അതായത് പകർത്തി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പകർപ്പ് എടുക്കുമ്പോൾ ഓൺലി ഓൺ ദ ഫ്രണ്ട് പേജ് ഓഫ് എവറി കോപ്പിങ് ഷീറ്റ് പേപ്പറിൽ മാത്രമേ ചെയ്യുള്ളൂ. ഫ്രണ്ട് പേജിൽ മാത്രമേ ചെയ്യുള്ളൂ, ബാക്ക് സൈഡിൽ ചെയ്യില്ല എന്ന് നിങ്ങൾക്ക് അറിയുണ്ടാവും. ഔദ്യോഗിക രേഖകൾ, ആധാരങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും ഫ്രണ്ട് പേജാണ് യൂസ് ചെയ്ത് കാണുക അല്ലേ. സോ അതാണ് അതിൻ്റെ ഒരു കാര്യം. റൂളിലെ നടപടിക്രമങ്ങളെ കുറിച്ചിട്ടാണല്ലോ നമ്മൾ പറയണത്. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഇത്ര വ്യക്തമായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു ക്വസ്റ്റ്യൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുക, ആർക്കൊക്കെയാണ് ഇങ്ങനെ റൈറ്റ് കിട്ടേണ്ടി വരിക, അല്ലെങ്കിൽ ഇങ്ങനെ ആവുമ്പോൾ അതിൻ്റെ റേറ്റ് ആരാണ് ഫിക്സ് ചെയ്യുന്നത്, രജിസ്ട്രാറാണ് ഫിക്സ് ചെയ്യുന്നത് മനസ്സിലായി. പിന്നെ അതിൻ്റെ കൂടെ അത് ഏത് ആക്ട് പ്രകാരമാണ്, ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ പറഞ്ഞിട്ടുള്ള ഔദ്യോഗിക രേഖകളാണ് ഇതിനൊക്കെ ലഭിക്കുക. അപ്പോൾ അത് മനസ്സിലാക്കി. പിന്നെ ആപ്ലിക്കേഷൻ ഫീ ഏത് രൂപത്തിലാണ് കൊടുക്കുക, കോട്ട് ഫീ സ്റ്റാമ്പിൻ്റെ ഷേപ്പിലാണ് കൊടുക്കുന്നത്. ഈ കോപ്പിയുടെ കൂടെ എന്ത് കൊടുക്കണം, കോപ്പിയിങ് ഷീറ്റ്, പ്രിസ്ക്രൈബ്ഡ് വാല്യൂ ഉള്ള കോപ്പിയിങ് ഷീറ്റും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. സെപ്പറേറ്റ് ഡോക്യുമെൻ്റ്, ഓരോന്നിനും സെപ്പറേറ്റ് ഡോക്യുമെൻ്റ് ആയിട്ടാണ് തരിക. സെപ്പറേറ്റ് കോപ്പിയിങ് സ്റ്റാമ്പ് പേപ്പർ വേണം. കോപ്പീസ് ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ ഫ്രണ്ട് പേജിൽ മാത്രമേ കോപ്പി ചെയ്യുള്ളൂ എന്നും ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, പക്ഷേ റൂൾ 24 എന്ന് പറഞ്ഞ ഹെഡിങ് നിങ്ങൾ പഠിച്ചു വെക്കുക. റേറ്റ്സ് ആരാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ബാക്കിയുള്ളതൊക്കെ ഓർത്ത് വെച്ചാൽ ഉപകാരം, നമുക്ക് എപ്പോഴെങ്കിലും ഉപകാരപ്പെട്ടേക്കാം. റൂൾ 25 നോക്കുകയാണെങ്കിൽ മെമ്പേഴ്സ് റൈറ്റ് ടു ഇൻസ്പെക്ട് ദ അക്കൗണ്ട്സ് ഇൻ ദ സൊസൈറ്റി. മെമ്പേഴ്സിന് റൈറ്റ് ഉണ്ടല്ലോ, അതായത് അക്കൗണ്ട്സ് ഇൻസ്പെക്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. റൂൾ 25 കേട്ടോ. അപ്പോൾ അതിൽ അമെൻമെൻറ്റ് വന്ന ഭാഗമാണ്. അമെൻമെൻറ്റ് വന്നിട്ടുള്ളത് 13ാമത്തെ ട്രാൻസാക്ഷനാണ് കേട്ടോ. അമെൻമെൻറ്റിൽ 13ാമത്തെ എൻട്രി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് റൂൾ 25 ഈ ഒരു മാറ്റമാണ്. റൂൾ 25 മാറ്റം എന്താ വെച്ചാൽ, എനി മെമ്പർ ഓഫ് എ രജിസ്റ്റേർഡ് സൊസൈറ്റി മേ അറ്റ് എനി ടൈം, ഏത് സമയം വേണേൽ, അതായത് ഓഫീസ് ഹവേഴ്സിൽ, രാത്രി പിന്നെ ഓഫീസ് അടച്ചതിന് ശേഷം നമ്മൾ എൻ്റെ രേഖകൾ ഇൻസ്പെക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ബാങ്ക് തുറന്നു തരുമോ? ഇല്ല അല്ലേ. സൊസൈറ്റിക്ക് അതിൻ്റെ കാര്യമില്ല. അവരുടെ ഓഫീസ് ഹവേഴ്സിൽ ആരെങ്കിലും അവരെ സമീപിക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും വേണ്ടാന്ന് പറയില്ല. അത് മെമ്പറാണ് കേട്ടോ, മെമ്പർ ആയിരിക്കണം. അപ്പോൾ ഒന്നെങ്കിൽ സ്വയം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വല്ല മേലായ്മയിട്ടിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏജൻ്റ് ആയാലും മതി. ഹു ഈസ് എ മെമ്പർ സ്പെഷ്യലി ഓതറൈസ്ഡ് ബൈ ഹിം റൈറ്റിംഗ്, അദ്ദേഹം എഴുതി സാക്ഷ്യപ്പെടുത്തി കൊടുക്കണം ഞാൻ ഇങ്ങനെയാണ് അയക്കണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇൻസ്പെക്ട് ചെയ്യാം അക്കൗണ്ട്സിന്. അപ്പം അതൊരു നല്ല ചാൻസാണ്, ഒരു നല്ലതാണ്. ഇയാൾക്ക് മാത്രമാണ് മെമ്പർ ഹിംസെൽഫ്. അടുത്തത് പറയണ മെമ്പർ അല്ലെങ്കിൽ ഏജൻറ്റ് സ്പെഷ്യലി ഓതറൈസ്ഡ് ബൈ ദി മെമ്പർ, അങ്ങനെ പറഞ്ഞാൽ അദ്ദേഹത്തിന് പറ്റുമല്ലേ. അപ്പോൾ രണ്ടാൾക്കാണ് ഇൻസ്പെക്ട് ചെയ്യാൻ കഴിയുക. ഒന്ന് മെമ്പർക്ക് പറ്റും, പിന്നെ പറ്റുക ആരാണ്, ഏജൻറ്റ് സ്പെഷ്യലി ഓതറൈസ്ഡ് ബൈ ദ മെമ്പർ അല്ലേ, അവർക്കും പറ്റും ഇൻസ്പെക്ട് ചെയ്യണം. അതേ റിലേറ്റഡ് ടു ഹിസ് ട്രാൻസാക്ഷൻ വിത്ത് ഇറ്റ്, അദ്ദേഹത്തിൻ്റെ ട്രാൻസാക്ഷൻസ് മാത്രം, അദ്ദേഹത്തിൻ്റെ ഇടപാടുകൾ മാത്രമേ പരിശോധിക്കാൻ കഴിയുള്ളൂ. അപ്പുറത്തെ വീട്ടിലെ ആളുടെ അല്ലെങ്കിൽ ഇപ്പുറത്തെ വീട്ടിലെ ആളുടെ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഒക്കെ ഒന്ന് പരിശോധിച്ച് കളയാം എന്ന് വെച്ചിട്ട് ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് പോയിട്ട് കാര്യമില്ല, പറ്റില്ല. അവരവരുടെ ഫിനാൻഷ്യൽ രേഖകൾ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് എന്താണോ അത് മാത്രം എന്ത് ചെയ്യാം,
ഇൻസ്പെക്ട് ചെയ്യാം അല്ലേ. പിന്നെ ദ സമ്മറി ഓഫ് ഡിഫക്ട്സ് ഉണ്ടായിരിക്കും. ലേറ്റസ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് പ്രകാരമുള്ള റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് കൂടിയ സമ്മറി ഡിഫക്ട്സ് അവിടെ ഉണ്ടായിരിക്കും. അതും ഇൻസ്പെക്ഷന് വിധേയമാണ്. ഇത് അപ്രൂവ് ചെയ്യുന്നത് കമ്മിറ്റിയാണ്. അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യനാണ്. റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് അപ്രൂവ് ചെയ്യുന്നത് ആരാണ്? കമ്മിറ്റി ആൻഡ് ദ ജനറൽ ബോഡി ഓഫ് ദ സൊസൈറ്റി. പ്രത്യേകം ഓർത്തിരിക്കണം. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്, ലേറ്റസ്റ്റ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് അലോങ് വിത്ത് റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് അപ്രൂവ്ഡ് ബൈ ദ കമ്മിറ്റി അപ്രൂവ് ചെയ്യണം. കൂടാതെ ജനറൽ ബോഡി അപ്രൂവ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൽ അമെൻമെൻ്റ് ആയിട്ടുള്ള വന്നിട്ടുള്ള ഭാഗം എന്താ വെച്ചാൽ ഫീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് മാറ്റം വന്നിട്ടുള്ളത്. ഒരു മെമ്പർക്ക് ഡോക്യുമെൻറ്റിൻ്റെ കോപ്പി അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പം പേയ്മെൻറ്റ് ഓഫ് ഫീസ് അടയ്ക്കണം. അതുമായി ബന്ധപ്പെട്ട് ₹3 പെർ പേജ്, ഒരു പേജിന് പെർ പേജാണ് പറഞ്ഞത് കേട്ടോ. ഓരോ പേജിനും 3 രൂപ വെച്ചാണ് അടയ്ക്കേണ്ടത് കേട്ടോ. അപ്പം മെമ്പർക്ക് ഷാൾ ബി എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് എ കോപ്പി ഓഫ് ദ ഡോക്യുമെൻറ്റ് കിട്ടണമെങ്കിൽ എന്താ ചെയ്യുക? അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. അപ്ലിക്കേഷൻ്റെ കൂടെ ഒരു പേജിന് പെർ ഡോക്യുമെൻറ്റിന് ഒരു പേജിന് 3 രൂപ വെച്ച് അടയ്ക്കും വേണം. ദ മെമ്പർ ഷാൾ പേ ടു ദ സൊസൈറ്റി എ ഫീ ഫോർ ഇൻസ്പെക്ഷൻ അറ്റ് ദ റേറ്റ്സ് അത് സ്പെസിഫൈഡ് ഇൻ ദ ബൈലോസ് പ്രകാരം. അപ്പോൾ നമ്മൾ അത് പ്രത്യേകം ഓർത്തിരിക്കണം. അവിടെ നമ്മൾ പറഞ്ഞു അത് റേറ്റ്സ് ഫിക്സ് ചെയ്യുന്നത് ആരാണ്? അത് രജിസ്ട്രാറാണ് അല്ലേ? ഇപ്പോൾ ഇവിടെ രജിസ്ട്രാറാണോ? അല്ല. ഇവിടെ ആരാണ്? ഇവിടെ സ്പെസിഫൈഡ് ഇൻ ദ ബൈലോസ് ആണ്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കണം. ദ മെമ്പർ ഈ ഒരു സൊസൈറ്റിയിൽ ഇൻസ്പെക്ഷൻ നടത്തുമ്പം അതൊരു പേഴ്സൺ ആയിരുന്നു അല്ലേ. ഇത് മെമ്പർ ഇൻസ്പെക്ഷൻ അത് രജിസ്ട്രാർ ഓഫീസിലായിരുന്നു കേട്ടോ. ഓക്കെ, അത് വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ മെമ്പറാണ് ഈ ഒരു സൊസൈറ്റിയിൽ ഇൻസ്പെക്ഷൻ ഫീസ് അടയ്ക്കുന്നതെങ്കിൽ അതിൻ്റെ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ബൈലോ പ്രകാരമാണ്. പ്രൊവൈഡഡ് ദാറ്റ് സച്ച് റേറ്റ് ഷോൾ നോട്ട് ബി ഇൻ കേസ് ഓഫ് എക്സിഡ്. കൂടാൻ പാടില്ല. കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്, അതിലും കൂടാൻ പാടില്ല. അതിനനുസരിച്ചുള്ള റേറ്റ് ബൈലോയിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഒരു സഹകരണ വർഷം അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് ഇയറിനാണെങ്കിൽ ഇൻസ്പെക്റ്റ് ചെയ്യേണ്ട ചാർജ് എന്ന് പറഞ്ഞാൽ 25 രൂപയാണ് ഒരു സഹകരണ വർഷം, അതായത് ഒരു വർഷം അല്ലേ. 1 കോപ്പറേറ്റീവ് ഇയറിന് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? അത് ₹25 ആണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. 1 കോപ്പറേറ്റീവ് ഇയറിന്. ഇനി അതന്നെ എവറി സച്ച് അഡീഷണൽ കോപ്പറേറ്റീവ് ഇയർ, ഓരോ കൂടി വരുന്ന കോപ്പറേറ്റീവ് ഇയറിലും കൂടി വരുന്ന സംഭവത്തിന് എങ്ങനെയാണ്? 15 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോ അഡീഷണൽ കോപ്പറേറ്റീവ് ഇയറിനും ₹15 ആണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. 15 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. അതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് 25 ഒരു കോപ്പറേറ്റീവ് ഇയറിന്. പിന്നെ ഒന്നിലേറെ ഓരോ സച്ച് അഡീഷണൽ കോപ്പറേറ്റീവ് ഇയറിന് 15 രൂപ കൂടുതൽ അടയ്ക്കണം. എവറി സച്ച് അഡീഷണൽ ഇയറിൽ കേട്ടോ. അത് നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഓരോ ബാങ്കിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ 50 രൂപ കൂടുതൽ അടയ്ക്കേണ്ടത്. നമ്മൾ എക്സാമിന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഓർമ്മയിൽ അറിയാമല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഓരോ അഡീഷണൽ കോപ്പറേറ്റീവ് ഇയറിന് ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ 15 രൂപ. പിന്നെ ഇറസ്പെക്റ്റീവ് ഓഫ് ദ നമ്പർ ഓഫ് ഇയേഴ്സ്, വർഷങ്ങളുടെ എണ്ണം കണക്ക് കൂട്ടാതെ ആണെങ്കിൽ 100 രൂപയാണ് മാക്സിമം പറയുന്നത് കേട്ടോ. ഫോർ എനി വൺ മെമ്പർ അറ്റ് എനി വൺ സച്ച് ഇൻസ്പെക്ഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദ നമ്പർ ഓഫ് ഇയേഴ്സ്, വർഷങ്ങളുടെ കണക്ക് കൂട്ടാതെ ആണെങ്കിൽ 100 രൂപയാണ് പറയുന്നത്. അതാണ് ഈ ഒരു ഫീസിൻ്റെ സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ 25 ഫീസ് വരുന്ന കാരണം നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കണം. പിന്നെ റൂൾ 26 ആണ് പറയണത്. 26 prohibition on admission of members and transfer of shares on the eve of general meeting. അതെന്താ നോക്കാം. പ്രൊഹിബിഷൻ ഓൺ അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സ്, മെമ്പേഴ്സിൻ്റെ അഡ്മിഷൻ ഏതൊക്കെ സമയത്ത്, അതുപോലെ ട്രാൻസ്ഫർ ഓഫ് ഷെയർസും ഒക്കെ പ്രൊഹിബിറ്റ് ചെയ്യുന്നു ഓൺ ദ ഈവ് ഓഫ് ജനറൽ മീറ്റിങ്ങിൻ്റെ സമയത്ത് പ്രൊഹിബിറ്റ് ചെയ്യുന്ന കേസസ് ഏതൊക്കെയാണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കണം. റൂൾ 26 ഒക്കെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇവിടെ അമെൻമെൻ്റ് ഒന്നും വന്നിട്ടില്ല, പഴയ തന്നെയാണ്. നമ്മൾ എന്നാലും ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നു എന്നുള്ളൂ. സൊസൈറ്റി ഷാൾ നോട്ട് അഡ്മിറ്റ് പേഴ്സൺസ്, ഇവിടെ ദിവസങ്ങൾ വരുന്നുണ്ട്, അതുകൊണ്ട് നോട്ട് ചെയ്യണം. സൊസൈറ്റി ഷാൾ നോട്ട് അഡ്മിറ്റ് മെമ്പേഴ്സ് ഓർ അപ്രൂവ് ദ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് വിത്തിൻ 60 days പ്രയർ ടു ദ ഡേറ്റ് ഓഫ് എലക്ഷൻ ഓർ ദ ഡേറ്റ് ഓഫ് ദ ജനറൽ ബോഡി ഓഫ് മീറ്റിംഗ്. ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെ മുന്നേ അതുപോലെ തന്നെ എലക്ഷൻ്റെ ഡേറ്റ് ഓഫ് എലക്ഷൻ തീരുമാനിച്ചു എന്ന് വയ്ക്കുക. അതിൻ്റെ 60 ദിവസത്തിന് മുന്നേ അവരെന്ത് ചെയ്യും? പിന്നെ അഡ്മിറ്റ് ചെയ്യില്ല കേട്ടോ. നോട്ട് അഡ്മിറ്റ് മെമ്പേഴ്സ് ഓർ അപ്രൂവ് ദ ട്രാൻസ്ഫർ ഓഫ് ഷെയർസിനുള്ള അപ്രൂവൽ കൊടുക്കില്ല, അഡ്മിഷൻ നടത്തില്ല. എങ്ങനെ? വിത്തിൻ, ഇനി 60 ദിവസമേ എലക്ഷനുള്ളൂ എന്ന് വയ്ക്കുക. അതിൻ്റെ അകത്ത് 60 ദിവസത്തിനകം, എലക്ഷൻ്റെ 60 ദിവസം മുമ്പേ ഈ 2 ട്രാൻസാക്ഷനും അവർ നടത്തുന്നില്ല. എന്തൊക്കെ നടത്തുന്നില്ല?
അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സും നടത്തുന്നില്ല, അപ്രൂവൽ ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസും നടത്തുന്നില്ല. അതിൻ്റെ പരിധി പഠിക്കണം. വിത്തിൻ 60 days പ്രയർ ടു ദ ഡേറ്റ് ഓഫ് എലക്ഷൻ ഓർ ദ ഡേറ്റ് ഓഫ് ദ ജനറൽ ബോഡി മീറ്റിംഗ്. ഈ രണ്ടും പഠിക്കണം. ഇനി അടുത്തത് വരുന്നത് എനി പേഴ്സൺ അഡ്മിറ്റഡ് ആസ് എ മെമ്പർ. ഏതെങ്കിലും പേഴ്സൺ അഡ്മിറ്റഡ് ആസ് എ മെമ്പർ ആൻഡ് എനി പേഴ്സൺ ഹൂസ് ഫേവർ ദ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഹാസ് ബീൻ അപ്രൂവ്ഡ് ഇൻ കോൺട്രാവെൻഷൻ ഓഫ് ദിസ് റൂൾ. ഈ റൂളിന് എതിരായിട്ട് അല്ലേ, ഷാൾ നോട്ട് ഹാവ് ദ റൈറ്റ് ടു മെമ്പർഷിപ്പ് ഓർ ടു ദ റൈറ്റ് ടു വോട്ട് അറ്റ് ദ സെഡ് എലക്ഷൻ ഓർ അറ്റ് ദ ജനറൽ ബോഡി മീറ്റിംഗ്. ഇനി അതൊരു കോൺട്രാഡിക്ഷൻ ആയിട്ട് ഇങ്ങനെ ഒന്ന് നടന്നു കഴിഞ്ഞാൽ, അഡ്മിറ്റ് ചെയ്തു ഒരു മെമ്പറിനെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറയാം, ഈ റൂളിന് എതിരായിട്ട് നടന്നാൽ അവർക്ക് എന്തില്ല, ഷാൾ നോട്ട് ഹാവ് ദ റൈറ്റ് ടു മെമ്പർഷിപ്പിൽ റൈറ്റ് ഇല്ല, പിന്നെ അതുപോലെ തന്നെ വോട്ട് ചെയ്യാനുള്ള റൈറ്റും ഇല്ല കേട്ടോ. ആ പറഞ്ഞ ഇലക്ഷനിൽ അല്ലെങ്കിൽ പറഞ്ഞ ജനറൽ ബോഡി മീറ്റിങ്ങിൽ വോട്ട് ചെയ്യാനുള്ള എന്തില്ല, അവകാശം ഇല്ല എന്നാണ് പറയുന്നത് റൂൾ 26. റൂൾ 27 നോക്കാം. റൂൾ 27 പറയണത് പ്രൊഹിബിഷൻ ഓഫ് മെമ്പർഷിപ്പ് ഇൻ 2 ക്രെഡിറ്റ് സൊസൈറ്റീസ്. 2 ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ പ്രൊഹിബിഷനെ കുറിച്ച് പറയുന്നതാണ് എന്ത്, റൂൾ 27 എന്ന് പറയണത് കേട്ടോ. അപ്പോൾ അത് നോക്കുന്നത് എ പേഴ്സൺ അപ്ലൈയിങ് ഫോർ അഡ്മിഷൻ ആസ് എ മെമ്പർ ഓഫ് എനി ക്രെഡിറ്റ് സൊസൈറ്റി, ഫിനാൻസ് ബാങ്കിങ് ഒഴികെയുള്ള കേട്ടോ, ക്രെഡിറ്റ് സൊസൈറ്റിയിൽ എന്ത് ചെയ്യുക, അഡ്മിഷൻ ആസ് എ മെമ്പർ അപ്ലൈ ചെയ്യുകയാണ് അല്ലേ. ഷാൾ ബി അഡ്മിറ്റഡ് ആസ് സച്ച് എ മെമ്പർ ഓൺലി വിത്ത് ദ പ്രീവിയസ് സാങ്ഷൻ. ആരുടെ റിട്ടേൺ ആയിട്ടുള്ള സാങ്ഷൻ വാങ്ങിക്കണം, രജിസ്ട്രാറുടെ. ഇഫ് ഓൺ ദ ഡേറ്റ് ഓഫ് സച്ച് ആപ്ലിക്കേഷൻ സച്ച് പേഴ്സൺ ഈസ് എ മെമ്പർ ഓഫ് എനി അതർ ക്രെഡിറ്റ് സൊസൈറ്റി. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ അഡ്മിഷൻ എന്തിനാണ് അഡ്മിഷൻ എടുക്കുന്നത്, ഒരു ക്രെഡിറ്റ് സൊസൈറ്റി അല്ലേ. ആ പേഴ്സൺ അപ്ലൈയിങ് ഫോർ അഡ്മിഷൻ ആസ് എ മെമ്പർ ഓഫ് എനി ക്രെഡിറ്റ് സൊസൈറ്റി ഷാൾ ബി അഡ്മിറ്റഡ് ആസ് സച്ച് മെമ്പർ ഓൺലി വിത്ത് ദ പ്രീവിയസ് സാങ്ഷൻ. ആരുടെ സാങ്ഷൻ, ഒരു ക്രെഡിറ്റ് സൊസൈറ്റിയിൽ അംഗമാവാൻ വേണ്ടിയിട്ട് ഒരു പേഴ്സൺ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആരുടെ ഇത് വാങ്ങിക്കണം എന്നാണ് പറയണത്, പ്രീവിയസ് സാങ്ഷൻ വാങ്ങണം എന്നാണ് പറയണത്. രജിസ്ട്രാർ റിട്ടേൺ റൈറ്റിംഗ് ആയിട്ടുള്ള പ്രീവിയസ് സാങ്ഷൻ വാങ്ങണം അല്ലേ, അതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സാങ്ഷൻ മേ ബി അക്കോർഡഡ് ബൈ ദ രജിസ്ട്രാർ ഐദർ ഇൻ റിലേഷൻ ടു എനി ഇൻഡിവിജ്വൽ ക്രെഡിറ്റ് സൊസൈറ്റിക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഓർ ഇൻ റിലേഷൻ ടു ക്ലാസ് ഓഫ് ക്രെഡിറ്റ് സൊസൈറ്റീസ് നോക്കി കൊടുക്കാം സാങ്ഷൻസ് അക്കോർഡ് ചെയ്യുന്നത്. വേറെ പേഴ്സൺ ഹാസ് ബിക്കം എ മെമ്പർ ഓഫ് എനി അതർ society referred to in sub-rule 1 in contravention of the provisions of that sub-rule, such society shall remove him from membership upon a written requisition from the registrar. രജിസ്ട്രാറിൽ നിന്ന് റിട്ടേൺ റിക്വസിഷൻ വാങ്ങിയിട്ട് ഇതിനെതിരായിട്ട് ആരെങ്കിലും നിയമിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, റിട്ടേൺ റിക്വസിഷൻ ആരിൽ നിന്ന് വാങ്ങും, രജിസ്ട്രാറിൽ നിന്ന് വാങ്ങിയിട്ട് അദ്ദേഹത്തിന് റിമൂവ് ചെയ്യാൻ കഴിയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ റൂൾ 28 കാര്യം വന്നാൽ റൂൾ 28 വരെയാണ് കേട്ടോ ഈ ചാപ്റ്ററിലുള്ളത്. ചാപ്റ്റർ 3 16 മുതൽ 28 വരെയാണുള്ളത്. ഇപ്പോൾ 28ാമത്തെയാണ് റെസ്ട്രിക്ഷൻ ഓൺ ദ റൈറ്റ് ഓഫ് വോട്ട് അറ്റ് ദ എലക്ഷൻ. എലക്ഷൻ്റെ സമയത്ത് റെസ്ട്രിക്ഷൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് 3 റെസ്ട്രിക്ഷൻസ് ആണ്, അതൊന്നും നിങ്ങൾ ഓർത്ത് വയ്ക്കണം കേട്ടോ. ഏതൊക്കെയാണ് റെസ്ട്രിക്ഷൻസ് പറയണത്, 26, 27, 28 അല്ലേ. മെമ്പർ ഓഫ് എ സൊസൈറ്റി ഷാൾ നോട്ട് ബി എലിജിബിൾ ടു വോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് unless 60 days prior to the date of such meeting acquires the number of shares for membership. 60 ദിവസത്തിന് മുന്നേ ചേർന്ന 60 ദിവസത്തിന് ശേഷം പിന്നെ ആർക്കെങ്കിലും എലക്ട് ചെയ്യാൻ പറ്റുമോ, ഇല്ല അല്ലേ. അവരുടെ എലക്ട് ചെയ്യാനുള്ള റൈറ്റ് അവിടെ ഇല്ലാണ്ടാവുകയാണ്. ഓക്കെ, അവരെ തന്നെ എലക്ട് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് എലക്ഷനിൽ വോട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് പറയുന്നത്. റെസ്ട്രിക്ഷൻ ഓൺ ദ റൈറ്റ് ഓഫ് വോട്ട് അറ്റ് ദ എലക്ഷനിൽ ഈ 60 days പ്രയർ ടു ദ ഡേറ്റ് ഓഫ് സച്ച് മീറ്റിംഗ് ഹി അക്വയേഴ്സ് ദ നമ്പർ ഓഫ് ഷെയർസ് ഫോർ മെമ്പർഷിപ്പ്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. റൂൾ 28. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് ചാപ്റ്റർ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ആദ്യം പറയുന്നത് 2 പ്രൊഹിബിഷനാണ് കേട്ടോ. 26ഉം 27ഉം പറയുന്നത് പ്രൊഹിബിഷനാണ്, ഇവിടെ പറയുന്നത് റെസ്ട്രിക്ഷനാണ്. അപ്പോൾ അത് 3ഉം ഓർത്തിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നു. റൂൾ 16 മുതൽ 28 വരെ നമ്മൾ പ്രധാനപ്പെട്ട അമെൻമെൻ്റ് അടക്കം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നല്ലൊരു ക്ലാസ്സിൽ കാണാം കേട്ടോ. അടുത്ത നല്ലൊരു പാർട്ടുമായിട്ട് വരാം. ഓക്കെ, താങ്ക് യു.